ദ കിസ്സിങ് ഹാൻഡ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ചാപ്റ്ററിൽ ചെസ്റ്റർ റാക്കൂന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഓരോ ഫീലിങ്സ് ഉണ്ട് ഓരോ മൊമെൻറ്റിൽ. അപ്പം അത് മാച്ച് ചെയ്യുന്നത് ഇതേപോലെ കൊടുത്തിരിക്കുന്ന 4 ഇമോജിയുടെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ്, വെൻ ഹി ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ്. അപ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ എന്തായി? അപ്പോൾ സെക്കൻഡ് ലൈനിലുള്ള ഹാപ്പി ഇമോജീൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ വരണം കൊടുക്കാം. പിന്നെ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, പുതിയ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ആലോചിച്ചിട്ട് പേടിയാവുക, അത് ഏറ്റവും ലാസ്റ്റിലുള്ളതാണ്. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, അതായത് സ്കൂളിൽ പോകാൻ പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചല്ല, അപ്പോൾ ഫസ്റ്റിലുള്ളത്. അതുപോലെ വെൻ ഹി ഗെറ്റ്സ് മദർ കിസ്, മദർ കിസ് ചെയ്തപ്പം സന്തോഷമാണ് ഉണ്ടായത്. അപ്പം ഈ 2 കണ്ണിലും ഹേർട്ടുള്ള ആ ഒരു ഇമോജിയുടെ ഇതിൽ വരണം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസറൊക്കെ വരുന്നത്. നെക്സ്റ്റ് സ്റ്റോറി ഇവൻറ്റ്സ് ഓർഡറിൽ എഴുതാനാണ്. അപ്പം അതിൻ്റെ ഓർഡർ വരുന്നത് ഈ ഒരു സ്പേസിലേക്ക് എടുത്ത് എഴുതാനാണ്. അപ്പം ഞാൻ ഓർഡർ കാണിച്ചു തരാം. ഫസ്റ്റിൽ വരിക ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്നാണ്. സെക്കൻഡ് വരിക മിസ് റാക്കൂൻ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. തേർഡ് വൺ, മിസ് റാക്കൂൻ കിസ്ഡ് ചെസ്റ്റർ in the middle of his palm. Fourth one, Chester took his mother's hand and kissed her palm. Fifth one, Chester danced his way to school at his mother watched. നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ പറയുന്നത് നമുക്ക് ഇവിടെ കോൺവെർസേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോറി നോക്കിയിട്ട് ആ കോൺവെർസേഷനൊക്കെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്ലാങ്ക് സ്പേസിലേക്ക് നമുക്കത് എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. Ma, I don't want to go to school. But why, Chester? I want to stay with you, Mom. But you have to go to school like other kids. I want to stay at home. Don't be scared, Chester. You can make new friends there. I have friends here too. Be brave, dear. I will tell you a secret. Tell me, Mama. I want to know. It's called the kissing hand. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ, ചെസ്റ്ററും അവൻ്റെ അമ്മയും ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ സ്കൂളിലെ. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത്, ആ ഒരു സീൻ എടുത്ത് എഴുതാനാണ് പറയുന്നത്. അതായത് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമുക്കൊരു പിക്ചർ ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാം. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. An assistant is also there to help a headmaster. Things in the table of headmaster is perfectly organized. Dustbin is located near the table. There are 2 teachers in the office. One of the teacher is reading books and another one is sitting near to him. There are books on the table which is in front of the teachers. A teacher is teaching behind the door of the office. സോ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചെസ്ട്രോൺ ഇവിടെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാതിരി നമുക്കും നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കാൻ, അതായത് സെൽഫ് ഇൻട്രോ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഉണ്ണി ആൻഡ് ഐ ആം ഫ്രം കോഴിക്കോട്. മൈ ഫാദർ ഈസ് രവി, മൈ മദർ ഈസ് റീന. ഐ ലവ് മൈ പാരൻസ്, ഐ ലൈക്ക് ഡ്രോയിങ് ആൻഡ് ഐ ലൈക്ക് ടു റീഡ് ബുക്സ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ദർ. ഇത് തന്നെ എഴുതരുത്, ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് എഴുതാം. ഇതൊരു ഫോർമാറ്റ് ആക്കി എടുക്കാൻ വെച്ചാൽ പേരും പിന്നെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഹോബീസൊക്കെ ചേഞ്ച് ചെയ്ത് എഴുതാം. സോ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ചെസ്റ്ററിൻ്റെ സ്കൂളിൽ പോയപ്പം ആ ചെസ്റ്ററും അമ്മയും കൂടെ അവൻ്റെ സ്കൂളിൽ കുറച്ച് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ കുറച്ച് റൂൾസ് എഴുതിയിട്ട് ഒരു നോട്ടീസ് ബോർഡ് കണ്ടിരുന്നു. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചറില്ലാത്തരം നിങ്ങളോടൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്താമെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാൻ ഓരോ കളറിലും കൊടുത്തിരിക്കുന്നത് ഓരോ സെൻറ്റൻസസ് ആണ്. അപ്പം സ്ഥലത്തിൻ്റെ പരിധി കൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. അപ്പം ഓരോ കളർ ഓരോ സെൻറ്റൻസസ് ആണ്. അപ്പോൾ നമുക്കിൽ ഡൂസിൽ എഴുതാൻ പറ്റിയത് ഡിസ്കസ് എബൌട്ട് ദ ചാപ്റ്റേഴ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് നോട്ട്സ്, റീഡ് ബുക്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വേറെ 2 കൂടെ എഴുതി കൊടുക്കാം. പിന്നെ ഡോൺസിൽ എഴുതേണ്ടത് നമുക്ക് ഡോണ്ട് മേക്ക് നോയ്സ്, ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ്, ഡോണ്ട് ഇൻറ്ററപ്റ്റ് അതർ ക്ലാസ്സസ് ബൈ മേക്കിംഗ് നോയ്സ് എന്നൊക്കെ എഴുതി കൊടുക്കാം. അപ്പം നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പം നെക്സ്റ്റ് നമുക്കിവിടെ കുറച്ച് സെൻറ്റൻസസ് വായിക്കാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വിത്ത്, ഓൺ, ടു, ഫ്രം എന്നൊക്കെ കണക്ട് ചെയ്ത് എഴുതുന്ന ഈ വേർഡ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ സെൻറ്റൻസസ്, ഇതേമാതിരിയുള്ള വേർഡ്സൊക്കെ വെച്ച് വരുന്ന സെൻറ്റൻസസ് നമ്മളെ ചാപ്റ്ററിന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സെൻറ്റൻസസ് ഞാൻ കാണിച്ചു തരാം.
I want to stay at home with you. I learned it from my mother and she learned it from her mother. Now he knew mother's love would go with him whatever he went. He turned to his mother and grinned. I want to read my books. അപ്പോൾ ഇതിലുള്ള ടു ഫ്രം വിത്ത് എന്ന വെച്ചിട്ട് വരുന്ന വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളോടിത് കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റിയും ഗ്രാമർ ടച്ച് ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഇതിൽ നമുക്കൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസുമുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ എഴുതാനുള്ളത് ഇവിടെ വിത്ത്, ഇൻ, ഫ്രം, ടു എന്ന 4 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ എഴുതാൻ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അധികവും നമ്മുടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. അപ്പം ഇതിവിടെ കോൺവെർസേഷനിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളിതൊന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ വരുന്നത് ചെസ്റ്ററിൻ്റെതാണ്. അപ്പം ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഞാൻ എവിടുന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഫ്രം, എവിടുന്നാണ് വരുന്നത് എന്ന് പറയുന്നതിന് നമ്മൾ ഫ്രം യൂസ് ചെയ്യുക. അപ്പം ഫ്രം ദ ഫോറസ്റ്റ് എന്ന് ആക്കി കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. അപ്പം നിങ്ങൾക്കെന്താണ് ചെയ്യാൻ ഇഷ്ടം, ഫോറസ്റ്റിൽ നിന്നാണ് വരേണ്ടത്. അപ്പം ഡു ഇൻ ദ ഫോറസ്റ്റ് എന്നാണ് നമ്മൾ ആക്കേണ്ടത്. അതായത് ഫോറസ്റ്റിൽ നിന്നല്ല, അപ്പം ഇൻ ദ ഫോറസ്റ്റ് വരും. അടുത്തതായി ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. അപ്പം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഫ്രണ്ട്സ് എന്ന് കൂടെ ഉണ്ട്. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ നോക്കണമെങ്കിൽ വിത്ത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ദാറ്റ്സ് ഗ്രേറ്റ് ജസ്റ്റർ വെൻ വിൽ യു ഗോ ഡാഷ് യുവർ ഹൗസ്. അപ്പം അത് ഗ്രേറ്റാണ്, എപ്പോഴാണ് നീ നിൻ്റെ ഹൗസിലേക്ക് പോവാമെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗോ ടു ഏഡാക്കിയാലാണ് ആ ഒരു സെൻറ്റൻസസ് കംപ്ലീറ്റ് ആവും. അപ്പം ഗോ ടു യുവേഴ്സ് ഹൗസ്. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു എന്താ പറയുക, എറേഴ്സൊക്കെ ഉള്ളൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിറച്ച് എറർ ഉണ്ട്. ആ എറർ മാർക്ക് ചെയ്ത് തന്നിട്ടുമുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേഞ്ച് ആക്കി എഴുതാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചേഞ്ച് ആക്കി കൊടുക്കാം. ഞാൻ ഓരോന്നിൻ്റെ എറേഴ്സ് പറഞ്ഞ് റെഡിയാക്കി തരാം. അപ്പോൾ ഫസ്റ്റ് എന്ത് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇത് ഐ എന്നും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പം ആ ഐ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുക. പിന്നെ വെൻറ്റ് ടു എ സ്റ്റോർ എന്നല്ലേ പറയാം, വിത്ത് എ സ്റ്റോർ. വിത്ത് സ്റ്റോറിൻ്റെ കൂടെ നമ്മൾ പോകില്ലല്ലോ, അപ്പം സ്റ്റോറിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അപ്പം ടു ഇട്ട് കൊടുക്കാം. പിന്നെ ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് എന്നാണ്. അപ്പം ഓറഞ്ച് ഷെൽഫുമ്മേലേക്കല്ലല്ലോ കാണാം. അപ്പം ഓറഞ്ച് ഷെൽഫിൻ്റെ ഉള്ളിൽ, അതായത് ഷെൽഫുമ്മേലാണുള്ളത്. അപ്പം നമ്മൾ ഇന്നിട്ട് കൊടുക്കാം. നെക്സ്റ്റ് എറർ വരുന്നത് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ. അപ്പം ആ സ്റ്റോറിൻ്റെ മുകളിലല്ലല്ലോ ഫ്രണ്ടിനെ കാണാൻ, സ്റ്റോറിൻ്റെ ഉള്ളിൽ നിന്നാണ് കണ്ടത്. അപ്പം സ്റ്റോറിൽ നിന്ന് കണ്ടു. അപ്പം ഇന്നാണ് അവിടെ വരേണ്ടത്. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ. അപ്പം അതത്രേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത സെൻറ്റൻസസ് ബിഗിൻ ചെയ്യാണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം മൈ എന്നുള്ളതിൻ്റെ എം സ്മോൾ ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ക്യാപിറ്റലായി കൊടുക്കുക. അപ്പം മൈ അത് കറക്റ്റാണ്. പിന്നെ മീ ഗോ ടു ദ പാർക്കല്ലേ പറയാം, അല്ലാണ്ട് ഗോ ബൈ ദ പാർക്ക്. പാർക്കിൽ കൂടെ അല്ലല്ലോ നമ്മൾ പാർക്കിലേക്ക് പോകുക. അപ്പം ഗോ ടു ദ പാർക്ക് എന്നാക്കാം. പിന്നെ ഉള്ളത് ഐ വെൻറ്റ് ഫ്രം ഹെർ. അവളിൽ നിന്ന് ഞാൻ പോയി എന്നല്ലല്ലോ, അവളുടെ കൂടെയാണ് പോയത്. അപ്പം വിത്തെന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസസ് ബിഗിൻ ചെയ്യുമ്പോൾ അവിടെ വി സ്മോൾ ലെറ്ററിലാണ് ഡബ്ല്യു കൊടുത്തിട്ടുള്ളത്, അത് ക്യാപിറ്റലാക്കാം. ഇനി അടുത്തത് വരുന്ന വി സാറ്റ് ഓൺ ദ ബെഞ്ചാണ് കേട്ടോ, കാരണം അറ്റ് ദ ബെഞ്ചെന്ന് പറയില്ല. പിന്നെ എററുള്ളത് ആ ടുഗെദർ കഴിഞ്ഞിട്ട് ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. അതിൽ ഐയും ക്യാപിറ്റലാക്കണം, അതുപോലെ തന്നെ പീൽ വിത്ത് ദ ഗാർബേജ്. അപ്പം ഓറഞ്ചിൻ്റെ പീല് ഗാർബേജിൻ്റെ കൂടെ എറിഞ്ഞതല്ല, ഓറഞ്ചിൻ്റെ പീല് ഗാർബേജിലേക്ക് ഇട്ടതാണ്, അതിൻ്റെ ഉള്ളിൽ ഇട്ടതാണ്. അപ്പം അവിടെ ഇന്നാണ് വരിക. അടുത്ത ആക്ടിവിറ്റിയിൽ 2 സെൻറ്റൻസ് ആക്കി എഴുതാനാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരൊറ്റ വലിയ വേർഡ് 2 സെൻറ്റൻസസ് ആക്കി മാറ്റി എഴുതാനാണ്. അത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അത് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അതുപോലെ തന്നെ നമ്മൾ എഴുതി കൊടുക്കാൻ ബാക്കിയും. അപ്പോൾ രണ്ടാമത്തത് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് എന്നാണ്. അപ്പം യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് അത് ഒരു വേർഡാക്കി തന്നെ എഴുതാം, ഒരു സെൻറ്റൻസ് ആക്കി എഴുതാം.
മറ്റേ സെൻറ്റൻസ് വേറെ തന്നെ ആക്കണമെങ്കിൽ അതിൻ്റെ മുന്നിൽ യു ക്യാൻ ഒന്ന് ആഡാക്കി കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ടൈമിൽ ഷീ ടുക്ക് ജസ്റ്റേഴ്സ് ഹാൻഡ് എഴുതുക. അതുപോലെ തന്നെ രണ്ടാമത്തെ തുടങ്ങുമ്പോൾ ഷീ കെയർഫുള്ളി റാപ്പിഡ് ഹിസ് ഫിംഗർ എന്നാക്കി കൊടുക്കുക, ഫിംഗേഴ്സ്. നെക്സ്റ്റ് അതേപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ എഴുതാൻ പറ്റുമെന്ന്. നെക്സ്റ്റ് നമുക്കൊരു ക്രോസ് വേർഡ് പസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ക്ലൂസ് തന്നിട്ടുണ്ട്. എക്രോസ് എഴുതേണ്ടതും ഡൗൺ ചെയ്ത് എഴുതേണ്ടതും ആയിട്ടുള്ള വേർഡ്സിൻ്റെ, അതുപോലെ തന്നെ അതിലെത്ര ലെറ്റേഴ്സ് വരുന്നതും കൂടെ നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്രോസ് ആയിട്ട് എഴുതേണ്ടത് സ്വിങ്ങും സ്കാമ്പറും കോസിയുമാണ് വരുന്നത്. പിന്നെ നമുക്കിനി ഡൗൺവാർഡിൽ എഴുതേണ്ടത് ഒന്ന് റാപ്പും പിന്നെ നസലും പിന്നെ വരുന്നത് സ്കാറിയും ടോയും ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് കാണാം.